ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പണ്ട് കാലത്ത് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു അവയവം മാത്രമാണ് കുടൽ എന്നാണ്. എന്നാൽ ഇപ്പോൾ വൈദ്യശാസ്ത്രം പുരോഗമിച്ചതുകൊണ്ടും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ടും വെറുതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ A to Z പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ബുദ്ധിശക്തിയെ, ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്നതിന് പോലും നമ്മുടെ കുടലിന് വലിയൊരു പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടലിനകത്ത് ജീവിക്കുന്ന കോടിക്കണക്കിനുള്ള ബാക്ടീരിയകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക്, നമുക്ക് ക്യാൻസർ വരുന്നതിന് വരെ ചെറുക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തി നിർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ വളരെ നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ചെയ്യുന്ന ദൈനംദിനമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ മോശമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലെ ആൾക്കാർ ഭക്ഷണത്തിന് മുമ്പ് 4 ഗുളിക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 ഗുളിക, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 8 ഗുളിക, ഈ രീതിക്ക് ഒരു 50 വയസ്സിൽ തന്നെ കഴിച്ചു തുടങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, കുടൽ അടിച്ചു പോകാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 8 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കുടലിനകത്തുള്ള കോടിക്കണക്കിന് ബാക്ടീരിയകളിൽ ഒരേ സമയം ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുമുണ്ട്, നമുക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളുമുണ്ട്, ഫംഗസുകളെല്ലാം ഉണ്ട്. എന്നാൽ ഇവ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ഈ സന്തുലിതാവസ്ഥ താളം തെറ്റിക്കുന്ന നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ രോഗികളായിട്ട് മാറുകയും ചെയ്യും. ഈ ഗ്രൂപ്പിൽ അപകടകരമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്താ, ഇത് ദഹിപ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് മനുഷ്യർ എന്ന് പറയുന്നത് സർക്കേഡിയൻ ഋതം അനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അതായത് പകല് ഉണർന്നിരുന്ന് രാത്രി ഉറങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. രാവിലെയും ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് പരമാവധി നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ദഹിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ വൈകുന്നേരം ആകും തോറും, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാനുള്ള ശേഷി ശരീരത്തിന് ഗണ്യമായിട്ട് കുറയും. നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, രാത്രി ആകുമ്പോഴായിരിക്കും വയറ് നിറയെ ഭക്ഷണം, പലതരത്തിലുള്ള കരിച്ചതും മൊരിച്ചതും വീട്ടിലുണ്ടാക്കുന്നതും ഇറച്ചി വിഭാഗം എല്ലാം കഴിക്കുന്നത് രാത്രിയാണ്. രാത്രി ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിലേക്ക് എത്തുന്ന ഈ ഭക്ഷണങ്ങൾ ശരിയായിട്ട് ദഹിച്ചിട്ടുള്ളതാവില്ല. ഇത് പ്രോപ്പറായിട്ട് ദഹിക്കാത്ത, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കത്തില്ല, പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. പതിവായിട്ട് രാത്രി ഒരു 10 മണിക്ക് ശേഷം ആഹാരം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരെ ആദ്യം ബാധിക്കുന്നത് ഒന്ന് ഇൻഡൈജഷനാണ്. നിങ്ങൾക്കറിയാം, ഇത്തരക്കാർക്ക് ഗ്യാസ് ശല്യം വിട്ടുമാറത്തില്ല. ഏത് നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അസിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് ഗുളിക കഴിക്കേണ്ട ഒരവസ്ഥ ഇത്തരക്കാരിൽ കാണും. അതോടൊപ്പം തന്നെ ഇവർക്ക് ദഹനക്കേട്, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം പോലുള്ള പ്രോബ്ലംസ് വരികയും ചെയ്യും. ഇവിടം കൊണ്ടും തീരുന്നില്ല, ഈ വളരെ ലേറ്റായിട്ട് ഭക്ഷണം ചെല്ലുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ലൈനിങ്ങിനെ മോശമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് ദഹിക്കാത്ത ഭക്ഷണം എത്തുന്നത് കൊണ്ട് കുടലിനകത്ത് അമിതമായിട്ടുള്ള ഗ്യാസ്, ദഹനക്കേട്, കീഴ്വായു ശല്യം പോലുള്ള പ്രശ്നങ്ങൾ, മലമ്പിടുത്തം അല്ലെങ്കിൽ ലൂസ് മോഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടായിന്ന് വരാം. ഇവിടം കൊണ്ടും തീരുന്നില്ല. കുടലിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗുണകരവും ദോഷകരമായിട്ടുള്ള ബാക്ടീരിയ ഉള്ളിടത്ത് പ്രോപ്പറായിട്ട് ദഹിക്കാത്ത ഭക്ഷണം എത്തുകയും രാത്രി ഈ ലേറ്റായിട്ട് ഉണർന്നിരിക്കുന്നതുകൊണ്ടുള്ള ആക്ടിവിറ്റിയുടെ വ്യത്യാസം കൊണ്ട് ചീത്ത ബാക്ടീരിയകൾ കൂടുതലുണ്ടാകുകയും ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ കുറയുകയും ചെയ്യും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, രാവിലെ എഴുന്നേറ്റ ഉന്മേഷം ഉണ്ടാകത്തില്ല, നമുക്ക് ക്രമേണ ഒരു ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മറവി, ഉറക്കക്കുറവ് പോലുള്ള പ്രോബ്ലംസ് ഈ കാരണം കൊണ്ട് തന്നെ സംഭവിച്ചു എന്ന് വരാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡുകളാണ്. അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ പോകുന്നത് പിസ്സ, ബർഗർ പോലുള്ള ഭക്ഷണങ്ങളാണ്. എന്നാൽ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പല ഭക്ഷണങ്ങൾ പോലും അൾട്രാ പ്രോസസ്ഡ് ആണ്. ഈ അൾട്രാ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പാകം ചെയ്തെടുക്കുന്ന ഏതൊരു ഭക്ഷണവും അൾട്രാ പ്രോസസ്സിങ്ങിൽ വരും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ നെല്ല് വിളയിച്ച് ഉണ്ടാക്കുന്ന അരി ഒരു തവണ എടുത്ത് നമ്മളൊന്ന് ബോയിൽ ചെയ്ത് എടുക്കുന്നത് ഒരു തരത്തിലുള്ള പ്രോസസ്സിംഗ് ആണ്. ഒരു തവണ പ്രോസസ്സ് ചെയ്ത അരിയെ നമ്മൾ വീണ്ടും എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കഞ്ഞി വെച്ച് അല്ലെങ്കിൽ ചോറ് വെച്ചോ കഴിക്കുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്നത്. ഇത് 2 തരത്തിലുള്ള പ്രോസസ്സ് വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇതിനെ എന്ത് ചെയ്യും, പലരും കൊണ്ടുപോയിട്ട് ആദ്യം ഇതിൻ്റെ തവിട് കളഞ്ഞ് വെള്ള അരിയാക്കും. അടുത്ത പ്രോസസ്സായി വീണ്ടും അതിനെ നമ്മൾ കൊണ്ടുവന്ന് കുതിർത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് പിന്നെ ഇത് വറുക്കുന്നു. എത്ര പ്രോസസ്സ് വരുന്നുണ്ട്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് പലവിധ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. പുട്ട്, അപ്പം, ഇടിയപ്പം പോലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ചേട്ടാ ഇതൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്നതല്ല, അപ്പവും പുട്ടും ഇടിയപ്പം ഒക്കെ കഴിക്കേണ്ടതല്ലേ എന്ന് തോന്നും.
കഴിക്കാവുന്നതാണ്. പക്ഷേ ഇത് അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പലപ്പോഴും അരിപ്പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതേപോലെ ഇപ്പോൾ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ വരുന്നവരെ കണ്ടിട്ടില്ലേ? ഇതെല്ലാം കാരണം ഈ ഗ്യാസ് ശല്യം ഉണ്ടാകുന്നതിന് കാരണം ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. നമ്മുടെ നാവിന് കൂടുതൽ രുചിക്ക് വേണ്ടി നമ്മൾ ഭക്ഷണത്തിനെ കൂടുതൽ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെള്ളേരി ഈ തരത്തിൽ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നു. വറുത്ത് പൊടിച്ചുണ്ടാക്കിയ ഭക്ഷണത്തിനകത്ത് വീണ്ടും എന്തെങ്കിലും മസാല ചേർത്ത് വീണ്ടും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണം വീണ്ടും എണ്ണയിൽ നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ, അതിപ്പോൾ ഗോതമ്പായിക്കോട്ടെ, അതിനെ മൈദയാക്കി മൈദയിൽ നിന്നും പലവിധ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, ബേക്ക് ചെയ്തുണ്ടാക്കുന്നു, കുറേ നാൾ വച്ചിരുന്ന് കഴിക്കുന്ന ബേക്കറിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് വയറിന് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, വയറിൽ നിന്നും ഇപ്പോൾ ശരിയായിട്ട് പോകാത്തത് കൊണ്ടുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചിരുന്നാൽ നമ്മുടെ വയറിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയകൾ കുത്തനെ കുറഞ്ഞു പോവുകയും ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫംഗസുകളും മറ്റ് ബാക്ടീരിയകൾ വളരുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രതിരോധശേഷി പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുന്നത്. ഇത് കേൾക്കുമ്പോൾ ചോദിക്കും, പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിക്കും. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വെള്ള അരി വാങ്ങിക്കുന്നതിന് പകരം തവിടുള്ള അരി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ നോക്കുക. ധാന്യത്തിനകത്ത്, പ്രത്യേകിച്ച് ഇതൊക്കെയകത്തുള്ള തവിടിനകത്ത് ഫൈബറുകൾ നമ്മുടെ വയറിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു. മാത്രമല്ല പച്ചക്കറികളും ഇലക്കറികളും ഇതോടൊപ്പം ചേർത്ത് കഴിക്കുക. നിങ്ങളിപ്പോൾ അപ്പം കഴിക്കുന്നു, പലരും 4 അപ്പം കഴിക്കുന്ന സമയത്ത് ഒരു അപ്പമോ ഇല്ലെങ്കിൽ 1.5 അപ്പമോ എടുക്കുക, അതോടൊപ്പം നിറയെ പയറെടുക്കുക, ഇല്ലെങ്കിൽ സാലഡുകൾ കൂടുതൽ എടുക്കുക, ഫൈബറുകൾ ചേർത്ത ഭക്ഷണം എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് രുചിക്ക് പ്രോസസ്ഡ് ഫുഡുമായി അല്ലാതെ കൂടുതലായിട്ട് റോ ഫൈബർ റിച്ച് ഫുഡുമായി ഈ ഒരു കോമ്പിനേഷൻ വേണം ഉപയോഗിക്കാൻ. ഇനി മൂന്നാമത്തെ കാര്യം, നാരുകളില്ലാത്ത ഭക്ഷണങ്ങൾ, അതായത് ലോ ഫൈബർ ഡയറ്റ് പതിവായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ അത് ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ, അതായത് നാരുകളില്ലാത്ത പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം കൂടുതൽ എടുക്കുമ്പോൾ കുടലിനകത്ത് ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. കുടലിനകത്ത് ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് പലപ്പോഴും രാവിലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് സെൻസേഷൻ വരത്തില്ല. എല്ലാ ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോയാൽ പോലും മലശോധന നടക്കുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ വരുന്നു. കോൺസ്റ്റിപ്പേഷൻ്റെ ഒപ്പം തന്നെ പൈൽസ്, ഫിഷർ പോലുള്ള പ്രോബ്ലംസ് വരുന്നു. കുടലിനകത്ത് ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി കുറയുന്നു. ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരുന്നു. ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ട് തന്നെ തുമ്മൽ, ജലദോഷം പോലുള്ള അലർജി രോഗങ്ങൾ, അതേപോലെ ശരീരത്തിലെ ജോയിൻസിനെ ബാധിക്കുന്ന നീർക്കെട്ടുകൾ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് ക്രോണിക് ഇൻഫ്ലമേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഹൈ ഫൈബർ ഡയറ്റ് തന്നെ കഴിക്കണം. ഇനി കുടലിനെ നശിപ്പിക്കുന്ന നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗമാണ്. ഷുഗറിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല കേട്ടോ, ശർക്കര, കരിപ്പട്ടി, തേന്, അതേപോലെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന പല മിഠായികൾക്കകത്തുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ള ഘടകങ്ങൾ, മറ്റു പലതരത്തിലുള്ള മധുര പാനീയങ്ങൾ, നമ്മൾ വാങ്ങുന്ന ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിനകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള ഫ്രക്ടോസ്, ഇതെല്ലാം തന്നെ ഉയർന്ന അളവിൽ മധുരം നമ്മുടെ ശരീരത്തേക്ക് എത്തുന്നതിന് കാരണമാകുന്നുണ്ട്. മധുരം നമ്മുടെ കുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കുടലിനകത്ത് മധുരം ഇഷ്ടപ്പെടുന്ന ഫംഗസുകൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റ് പോലുള്ള, കാൻഡിഡ പോലുള്ള ചില ഫംഗസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഫംഗസുകൾ കൂടുതലായിട്ട് വളരുകയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ കുറയുകയും ചെയ്യും. പതിവായിട്ട് മധുരം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുന്ന ആൾക്കാർക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ വിട്ടുമാറത്തില്ല. കക്ഷത്തിൽ, തുടയിടുക്കുകളിൽ, സ്ത്രീകൾക്ക് ബ്രസ്റ്റിൻ്റെ, മാറിടത്തിൻ്റെ മടക്കുകളിൽ വരുന്ന ചൊറിച്ചിൽ, അതേപോലെ പ്രത്യേകിച്ച് ഈ ചൂട് സീസണിൽ ശരീരത്തിൽ പല ഭാഗത്തും വരുന്ന ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ, അതേപോലെ സ്ത്രീകൾക്ക് വരുന്ന വിട്ടുമാറാത്ത വെള്ളപോക്ക് പോലുള്ള പ്രോബ്ലംസ് എല്ലാം ഇത്തരത്തിൽ ശരീരത്തിനകത്ത് ഫംഗസ് കൂടുന്നതുകൊണ്ട് സംഭവിക്കാറുണ്ട്. ചിലർക്ക് തലയിൽ വിട്ടുമാറാതെ സെബോറിക് ഡെർമറ്റൈറ്റിസ്, താരൻ പാളിയായിട്ട് ഇടങ്ങി വരുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ? അതിന് കാരണവും കുടലിനകത്ത് അമിതമായിട്ട് ഫംഗസുകൾ പെറ്റുവരുന്നതുകൊണ്ട് സംഭവിക്കാറുണ്ട്. സോ ഇത്തരം ഒരു രീതി മാറ്റണം എന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കണം. മധുരം എന്ന് പറയുമ്പോൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള മധുരം, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ഷുഗർ ലെവലിനെ ഉയർത്താൻ പറ്റുന്ന മധുരങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കുക, നിങ്ങൾ ജ്യൂസ് കഴിക്കരുതെന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നാരുകൾക്കകത്താണ് ഷുഗർ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടലിനകത്ത് നാരുകൾ എത്തുന്നത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയകൾ നേരിട്ട് ഈ മധുരത്തിനെ കൂടുതൽ അറ്റാക്ക് ചെയ്തോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ രക്തത്തിലേക്ക് ഷുഗർ എത്തുന്നതും കുറയും. എപ്പോഴും നാരുകളോട് ചേർന്നിട്ടുള്ള മധുരം മാത്രമേ ആവശ്യത്തിന് കഴിക്കാനായിട്ട് പാടുള്ളൂ.
ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ഈറ്റിംഗ് ആണ്. ഓവറായിട്ട് ടെൻഷൻ വരുമ്പോൾ പലരും ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ, വൈകുന്നേരങ്ങളിലോ ഇല്ലെങ്കിൽ ഓഫീസിലൊക്കെ ടെൻഷൻ്റെ ഇടയ്ക്ക് ബാഗ് തുറന്നതിനകത്ത് മധുരം കഴിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, ഈ രീതി ചെയ്യുന്ന കണ്ടിട്ടില്ലേ. സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമിതമായിട്ട് ടെൻഷൻ ശരീരത്തിൽ വരുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു. കോർട്ടിസോൾ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് പോയിട്ട് ഇൻസുലിനെ ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യും. അതായത് പാങ്ക്രിയാസ് അമിതമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഭയങ്കരമായിട്ട് വിശപ്പ് വരും. ഈ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി കൈ കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം എടുത്ത് ഇത്തരക്കാർ ഈ ടെൻഷൻ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ കഴിക്കും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കും ഇവർ കൂടുതലും കഴിക്കുന്നത്. ഇത്തരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവർക്ക് അല്പം തലച്ചോറിൽ ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യുകയും ഇവരുടെ ടെൻഷൻ ഇച്ചിരി കുറയുകയും ചെയ്യും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, ചുരുക്കി പറഞ്ഞാൽ കുടലിലേക്ക് എത്തുന്നതോ ഉയർന്ന കൊഴുപ്പുള്ള, ഉയർന്ന മധുരം, നാരുകളില്ലാത്ത ഭക്ഷണമായിരിക്കും എത്തുന്നത്. ഇത് കുടലിന് എത്രത്തോളം ഡാമേജ് ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ള ആൾക്കാർ, ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, തൊണ്ടവേദന പോലുള്ള അസുഖങ്ങൾ വരുക, അടുത്തൂടെ പനി പോയാൽ പോലും കയറി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, വയറിന് എപ്പോഴും കംപ്ലയിൻ്റ് ഉണ്ടാകുക, ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ടോയ്ലറ്റിലേക്ക് ഓടുന്ന സ്വഭാവം ഉണ്ടാകുക, ഇതെല്ലാത്തിനും കാരണം സ്ട്രെസ് ഈറ്റിംഗ് കൊണ്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനുണ്ടാകുന്ന ഡാമേജാണ്. ഇനി കുടലിനെ നശിപ്പിക്കുന്ന ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രിയുള്ള ഉറക്കത്തിൻ്റെ പ്രോബ്ലംസാണ്. ചിലർക്ക് ഉറക്കം കുറവായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ജെൻസി കുട്ടികളെന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് 1 മണി 2 മണി വരെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞിട്ട് രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരു ശീലമായിട്ടുള്ളവരുണ്ട്. ഇത്തരക്കാരോട് ചോദിച്ചാൽ പറയുന്നത് ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ 7 മണിക്കൂർ എന്തായാലും ഉറങ്ങുന്നുണ്ട്, ഉച്ച വരെയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങിയെന്ന് വരും എന്ന് പറയും. എന്നാൽ നമ്മൾ സർക്കേഡിയൻ റിതത്തിന് എതിരായിട്ട് നമ്മൾ രാത്രി ലേറ്റായിട്ട് ഉണർന്നിരുന്ന് രാവിലെ ലേറ്റായിട്ട് ഉണരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് മെറ്റബോളിസത്തിൽ വലിയ തോതിലുള്ള താളം തെറ്റും. രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക, ഇവർക്ക് മലശോധന ശരിയായിട്ട് നടക്കത്തില്ല. അതായത് ടോയ്ലറ്റിൽ പോകുന്നതിന് കൃത്യസമയം കാണത്തില്ല, പോയി കഴിഞ്ഞാൽ അവർക്ക് ശരിയായിട്ട് പോകത്തില്ല. ക്രമേണ കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഫിഷർ പോലുള്ള വേദനാജനകമായിട്ടുള്ള മലശോധന പോലുള്ള അവസ്ഥകൾ ഇത്തരക്കാരിൽ ഉണ്ടായിന്ന് വരാം. ഇവിടെ കൊണ്ടും തീരുന്നില്ല. രാത്രി ലേറ്റായിട്ട് ഉണർന്നിരിക്കുന്നതും ശരിയായിട്ട് ഉറക്കം കിട്ടാത്തതും കുടലിൻ്റെ അകത്തുള്ള ലൈനിങ്ങിന് കേടുവരുത്തും. കുടലിൻ്റെ ലൈനിങ്ങിന് കേടുവരുത്തി എന്ത് സംഭവിക്കും, ക്രമേണ നിങ്ങൾക്ക് ലീക്കി ഗട്ട് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുകയും നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം മോശമാകുകയും കുടലിനകത്ത് അൾസർ പോലുള്ള ടെൻഡൻസീസ് ക്രിയേറ്റ് ആകുന്നതിന് കാരണമാകുകയും ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ രാത്രി ലേറ്റായിട്ട് ഉണർന്നിരിക്കുകയോ ഉറക്കക്കുറവുള്ള ആൾക്കാരിൽ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കുകയും ചെയ്യും. ഇവർക്ക് ഒരിക്കലും കുടലിന് ആരോഗ്യം ലഭിക്കാൻ സാധ്യതയുമില്ല. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഡോക്ടറെ പോയി കാണുന്നതിന് പകരം സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി 1-2 കോഴ്സ് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ മാത്രമേ പിന്നെ ഡോക്ടറെ പോയി കാണത്തുള്ളൂ. ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ വീണ്ടും കോഴ്സ് ആൻറ്റിബയോട്ടിക് നൽകുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് രോഗം മാറാനല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ രോഗം മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുന്ന മറ്റൊരു അപകടം കൂടെ ഉണ്ട്. അതായത് ഒരു ആൻറ്റിബയോട്ടിക് നമ്മുടെ കുടലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഒരു ബോംബ് എടുത്തിട്ട് പൊട്ടിക്കുന്ന ഒരു എഫക്റ്റാണ്. ഈ ആൻറ്റിബയോട്ടിക്കിന് അറിയില്ല ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ ഏതാ മോശം ബാക്ടീരിയ ഒന്നും അറിയില്ല. അവിടെയുള്ള കംപ്ലീറ്റ് ബാക്ടീരിയൽ ഫ്ലോറ അങ്ങ് നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ വരുന്നതും അതേപോലെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവരിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ പോലുള്ള പ്രോബ്ലംസ്, അത് കഴിഞ്ഞ് മലം പോകുന്ന സമയത്ത് നീറ്റലും പോച്ചിലും ആ മലദ്വാരത്തിൻ്റെ ഏരിയ കംപ്ലീറ്റ് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടാകുന്നത് ആൻറ്റിബയോട്ടിക് കുടലിനകത്ത് ഉണ്ടാക്കുന്ന ഭയങ്കരമായിട്ടുള്ള എഫക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു രോഗം വരികയാണെങ്കിൽ ആ രോഗം മാറുന്നതിന് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക് ആ ഡോസ് മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ അതിന് മുകളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള ഒരു വലിയ അപകടം ഉണ്ടാകും. ഇത്തരത്തിൽ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ കംപ്ലീറ്റ് അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അമിതമായി വളരെ വേഗത്തിൽ വളരുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുകളുമായിരിക്കും. ഇവ അമിതമായിട്ട് പെറ്റുപെരുകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ചേഞ്ചസ് ശരീരത്തിൽ കാണാം. അതായത് ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാരിൽ ഒന്ന് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം വരുമെന്ന് മാത്രമല്ല, ഇവർക്ക് സ്കിൻ കംപ്ലയിൻറ്റ് വിട്ടുമാറാതെ ശരീരത്തിൽ ചൊറിച്ചിൽ വരുന്നതിനും ശരീരത്തിന് ഡ്രൈ സ്കിൻ വരുന്നതിനും അത് കാരണമാകാറുണ്ട്. കൂടാതെ അലർജി രോഗങ്ങൾ വിട്ടുമാറാതെ വരുന്നതിനും ഇതേ സ്വഭാവം കാരണമായി തീരും. ഇടയ്ക്കിടയ്ക്ക് വെള്ളപോക്ക് വരുന്ന സ്ത്രീകൾ, ഇടയ്ക്കിടയ്ക്ക്
മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആൾക്കാർ മൂത്രം പോകുമ്പോൾ നീറ്റൽ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം അത് അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് യൂസ് കൊണ്ട് സംഭവിക്കാറുണ്ട്. ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശത്തിലല്ലാതെ ഒരു ഗുളിക പോലും ആൻറ്റിബയോട്ടിക് കൂടുതലായിട്ട് കഴിക്കരുത്. ഇനി കുടലിനെ നശിപ്പിക്കുന്ന എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ് ആണ്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങാതെ എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. അതായത് വിയർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാർ മലയാളികൾക്കിടയിൽ ഒരുപാടുണ്ട്. അതായത് വിയർക്കാൻ ഇഷ്ടമല്ല, വെറുതെ ഇരുന്ന് ജോലി ചെയ്യുക. അതിപ്പോൾ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാത്ത ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിൽ ദേഹം അനങ്ങാതിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ആയിക്കോട്ടെ, ഒരേപോലെയാണ് അവരുടെ കുടലിൻ്റെ ആരോഗ്യം മോശമാകുന്നത്. ശരീരത്തിന് ആവശ്യത്തിന് വ്യായാമമില്ലാത്ത ആൾക്കാരുടെ കുടലിൻ്റെ നോർമലി ഉള്ള മൂവ്മെൻറ്റ് താരതമ്യേന കുറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിശ്ചയ സമയം കൊണ്ട് ദഹിച്ച് അത് വൻകുടലിലേക്ക് മലമായിട്ട് എത്തിയാൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൻ്റെ നോർമലുള്ള പ്രവർത്തനം നടക്കത്തുള്ളൂ. എന്നാൽ കുടലിൻ്റെ മൂവ്മെൻറ്റിന് താളപ്പുഴ ഉണ്ടാകുമ്പോൾ, മൊബിലിറ്റി കുറയുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ സമയം നമ്മുടെ കുടലിൽ ഒരു ഭാഗത്ത് ഭക്ഷണം നിൽക്കുന്നതിനും ഇത് അമിതമായിട്ട് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന്, ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. ഈ മൂവ്മെൻറ്റ് കുറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഫിഷർ പോലുള്ള രോഗാവസ്ഥകൾ എത്തിക്കുന്നതിനും കാരണം. അതുകൊണ്ടാണ് അമിതമായിട്ട് ദേഹം അനങ്ങാത്ത ആൾക്കാർക്ക് വിട്ടുമാറാതെ, ഇപ്പോൾ കക്കൂസി പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് പോകത്തില്ല, ഒരു വലിയ പ്രശ്നമായിട്ട് മലശോധന മാറുന്നത്. ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇവരുടെ രോഗപ്രതിരോധ ശേഷി കുറയും, കുടലിൻ്റെ ലൈനിങ്ങിനെ ബാധിക്കും. ഇങ്ങനെ കുടലിൻ്റെ കംപ്ലീറ്റ് പ്രവർത്തനം ക്രമേണ താളപ്പുഴകൾ വരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക. രഹസ്യമായിട്ടെങ്കിലും അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ടെന്ന് സമ്മതിക്കും. എന്നാൽ ഇത് ക്രമേണ ഈ തുടർന്നു പോകുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ മാറ്റി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും വരാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ മാറ്റുക. നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരം സ്വഭാവമുള്ളവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ സത്യാവസ്ഥ തിരിച്ചറിയട്ടെ. നമുക്ക് അവർ പറയും എനിക്കിതൊക്കെ അറിയാവുന്നതാണെങ്കിൽ പറയുമെങ്കിലും വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അവർ സ്വയം തിരിച്ചറിയാനും കുറച്ചെങ്കിലും മാറാൻ ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.